ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ബൈക്കിൻ്റെ കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാർബറേറ്ററെല്ലാം വണ്ടിയിൽ നിന്ന് അയച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അയച്ചെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗമാണ് അയച്ചെടുക്കുന്നത്. നമ്മൾ പെട്രോളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് അയച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ. അതായത് കാർബറേറ്ററിൻ്റെ അകത്ത് നിറച്ച് ചളി കയറിയിട്ട് കംപ്ലൈൻറ്റ് ഡാമേജ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് എല്ലാ പാർട്സായിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടാണ് നമ്മുടെ മെയിൻ ജെറ്റും അതുപോലെ സ്ലോ ജെറ്റും. അതായത് നമ്മൾ പെട്രോൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് കരട് കുടുങ്ങിയിട്ട് നല്ല അതിൻ്റെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് എല്ലാം അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ അയക്കുന്നതാണ് എയർ സ്ക്രൂ എന്ന് പറയുന്നത്. നമ്മൾ ട്യൂണിങ്ങൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സ്ക്രൂ ആണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ഡാമേജ് നിങ്ങൾക്ക് കാണാം. അടുത്തായിട്ട് നമ്മൾ ചോക്കിൻ്റെ ഭാഗമാണ് അയക്കുന്നത്. നമ്മൾ ചോക്കിടുന്ന ആ ഒരു ഭാഗമാണ് അയക്കുന്നത്. അങ്ങനെ നമ്മൾ കാർബറേറ്ററിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും അയച്ചു. നമുക്കതിൻ്റെ വാക്വം പിസ്റ്റനും കൂടെ അയച്ചെടുക്കാം. വാക്വം പിസ്റ്റൻ അയക്കാൻ വേണ്ടി ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള 2 സ്ക്രൂ ഊരിയിട്ടാണ് നമ്മൾ വാക്വം പിസ്റ്റൻ എടുക്കുന്നത്. വാക്വം പിസ്റ്റൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, ഇതിൻ്റെ മുകളിൽ ഇതേപോലൊരു സ്പ്രിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്തതിന് ശേഷം വാക്വം പിസ്റ്റൻ അതിന് മുകളിൽ ജസ്റ്റ് ഊരി എടുക്കാനേ ഉള്ളൂ. ഇനി ഇതിൽ കാർബറേറ്ററിൻ്റെ പിസ്റ്റണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാർബറേറ്ററിൻ്റെ പിസ്റ്റണിൻ്റെ മുകളിലുള്ള ആ റബ്ബർ പോലത്തെ ഭാഗത്തിൽ ഹോൾ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ താഴെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഒരു വൈറ്റ് കളറിൽ വരുന്നതാണ് ഡാമേജ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ പിസ്റ്റൺ മാറ്റുന്നത് നല്ലതാണ്. അതാകുമ്പം നമുക്കൊരു മിസ്സിങ് ഒഴിവായി കിട്ടും. ഈ പാർട്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് മൊത്തം കാർബറേറ്റർ ഫുൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പാർട്സും നല്ല രീതിയിലും ക്ലീൻ ചെയ്തു. അങ്ങനെ റീഫിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് നമ്മളുടെ ജെറ്റ് ഡാമേജ് ആയത് കാണുന്നത്. അതായത് കാർബറേറ്ററിൻ്റെ അടുത്ത് വരുന്ന ജെറ്റാണ്. അതായത് ഫ്ലോട്ടിന് നമ്മളെ പെട്രോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെറ്റ് ഡാമേജ് ആയത് കാരണം നമുക്ക് ജെറ്റ് മാറ്റിയിട്ട് നമുക്ക് റീഫിറ്റ് ചെയ്യാം. 3 weeks later. ഈ ജെറ്റിൻ്റെ ഡാമേജ് നിങ്ങൾക്ക് പുതിയ ജെറ്റ് കാണുന്ന സമയത്ത് കണ്ടാൽ മനസ്സിലാവും. അതായത് അതിൻ്റെ അടിയിലൊരു സ്പ്രിങ് പോലത്തെ ഒരു ആക്ഷൻ വരുന്നുണ്ട്. ആ ആക്ഷൻ പെട്ടെന്ന് നിന്ന് പോകുന്നതാണ് ഇതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് പെട്രോൾ കറക്റ്റ് ആയിരിക്കില്ല. നമ്മളെ കാർബറേറ്ററിലേക്ക് വരുന്ന പെട്രോളിൻ്റെ എപ്പോഴും കറക്റ്റ് ആയിരിക്കില്ല. എപ്പോഴും മിസ്സിങ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മാറ്റാം. ഇനി നമുക്ക് കാർബറേറ്റർ റീഫിറ്റ് ചെയ്യാം. റീഫിറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. കാരണം അടിഭാഗത്തു നിന്ന് ആദ്യം തുടങ്ങിയിട്ട് പിന്നെയാണ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് വാക്വം പിസ്റ്റന് വരുന്ന ഭാഗം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടിഭാഗം മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്ലോട്ട് എന്നാണ് സംശയമുള്ളവരുണ്ടായി. ഫ്ലോട്ടകത്തുള്ള ജെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന സംശയം ഉണ്ടെങ്കിൽ ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് ഭാഗം, അതായത് നമ്മൾ മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗത്തിനാണ് ജെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ വരുന്നത് വെച്ചാൽ, ഇതിൻ്റെ അടിയിൽ പെട്രോൾ നമുക്ക് ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോ നമുക്ക് മുകളിലേക്ക് പൊന്തി വരും. അപ്പം മുകളിലേക്ക് പൊന്തി വരുന്ന സമയത്ത് ഈ ജെറ്റ് ഉള്ളിൽ നിന്ന് നമ്മളുടെ വാൽവിനെ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാർബറേറ്ററിൽ പെട്രോൾ കുറയുന്ന സമയത്ത്
ഈ ഒരു ഫ്ലോട്ട് നേരെ താഴോട്ട് വന്നതിന് ശേഷം നമ്മളുടെ പെട്രോൾ വരുന്ന വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ വരുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കാർബറേറ്ററിൻ്റെ അടിഭാഗത്തുള്ള എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മളത് തിരിച്ച് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടിയിൽ നമുക്ക് ഓവർഫ്ലോയിൽ വരുന്നൊരു വാൽവിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടാവും, നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ നമ്മളുടെ ചോക്കിൻ്റെ ആ ഒരു ഭാഗം, ചോക്കിടുന്ന ആ ഒരു ഭാഗം നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഹെഡ്, ഇത് വാക്യൂം പിസ്റ്റൺ വരുന്ന ആ ഒരു ഭാഗം കൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം കാർബറേറ്ററിൻ്റെ വർക്കെല്ലാം കഴിയും. അങ്ങനെ നമ്മുടെ ഹെഡിൻ്റെ ഫിറ്റിങ്ങും ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ വാക്യൂം പിസ്റ്റണിട്ടത് കറക്റ്റാണോ, എയർ പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എയർ ഫിൽറ്റർ വരുന്ന ഭാഗത്ത്, അതായത് കാർബറേറ്ററിലേക്ക് എയർ ഫിൽറ്റർ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ കാണാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ആ ഒരു ഹോളിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എയർ കൊടുക്കുന്ന സമയത്ത് ആ വാക്യൂം പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അത് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ വാക്യൂം പിസ്റ്റൺ ഫിറ്റ് ചെയ്തതിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫിറ്റ് ചെയ്യേണ്ടി വരും. അതല്ല നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റിങ് കറക്റ്റാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ എയർ സ്ക്രൂ അഥവാ ട്യൂണിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളത് ട്യൂണിങ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. അതായത് ഫുൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ അടിയിൽ ഒരു മുന പോലത്തെ ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ അത് ഫുൾ ടൈറ്റായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ടൈറ്റായി പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം റിവേഴ്സിൽ, അതായത് ഇടത്തോട്ട് ഒരു 3 വട്ടം തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ട്യൂണിങ് കറക്റ്റാവും. അതല്ലാതെ എന്നിട്ടും ട്യൂണിങ് റെഡി ആയിട്ടില്ല എങ്കിൽ വണ്ടിയിൽ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ട്യൂണിങ് നോക്കി സെറ്റ് ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കാർബറേറ്റർ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.